ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ ചിറകു വിരിച്ച് എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമ്മൾ ചില ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. സോ ആ ക്ലാസ് ആണ് ചിറക് വിരിച്ച് എന്ന് പറയുന്ന പാഠഭാഗവും അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിറക് വിരിച്ച് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ആദ്യം ഒരു ചെറു കവിത, ഒരു കുട്ടി കവിത പഠിക്കുന്നുണ്ട്. ആ കുട്ടി കവിത എഴുതിയത് ആരാണ്? നമ്മുടെ വിഷ്ണുപ്രസാദ് എന്ന് പറയുന്ന ആളാണ് ചിറകുള്ള ബസ് എന്ന് പറയുന്ന കവിത എഴുതിയുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആരാണ് എഴുതിയുള്ളത്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ആരാണ്? വിഷ്ണുപ്രസാദ് എന്ന് പറയുന്ന കവിയാണ് ചിറകുള്ള ബസ് എന്ന് പറയുന്ന ലഘു കവിത എഴുതിയുള്ളത്. പിന്നെ അതിൽ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ഒന്നാമതായിട്ട്, ആളെ കണ്ടാൽ കൂവി വിളിക്കും, കൈ കാണിച്ചാൽ ഉടനെ നിൽക്കും. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഇതൊരു കടങ്കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഉത്തരം? ഇതിന്റെ ഉത്തരമാണ് ബസ്. ഓക്കെ. അടുത്തതോ, കൈ എന്ന് അർത്ഥം വരാത്ത പദം ഏതാണെന്ന് ചോദിച്ചു. കൈ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് മക്കളെ? ആനനം. ആനനം എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? കൈയല്ല. കരം എന്ന് പറയുന്നതും ഹസ്തം എന്ന് പറയുന്നതും ബാഹു എന്ന് പറയുന്നത് എന്താണ്? കൈയാണ്. എന്നാൽ ആനനം എന്ന് പറയുന്നത് എന്തല്ല? കൈ അല്ല. നാലാമത്തെ ചോദ്യം എന്താ? വീശി പ്ലസ് കൊണ്ടിരിക്കുന്ന എന്നത് ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? വീശി പ്ലസ് കൊണ്ടിരിക്കുന്ന ആൾ ചേർത്ത് എഴുതിയാല് വീശിക്കൊണ്ടിരിക്കുന്ന എന്നതാണ് വായിക്കുക. അടുത്ത അഞ്ചാമത്തെ നോക്കൂ. താഴെ കൊടുത്തതിൽ ചിറക് എന്നർത്ഥം വരുന്ന പദം. ചിറക് എന്നർത്ഥം വരുന്ന പദമാണേത്? പദമാണെന്ത്? പത്രം എന്ന് പറയുന്നത്. പത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചിറക് എന്നാണ്. ആറാമത്തെ ചോദ്യം നോക്കിയാലോ? ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ചോദ്യം ഇതാണ്: വിനോദത്തിനുള്ള യാത്ര എന്നുള്ളത്. വിനോദത്തിനുള്ള യാത്ര എന്നുള്ള വാക്ക് ഒറ്റ പദമാക്കിയാൽ എന്താ പറയാ? വിനോദയാത്ര എന്നാണ് പറയാ. ഏഴാമത്തെ ചോദ്യം നോക്കിയാലോ? ഏഴാമത്തെ ചോദ്യം പറയുന്നത് എന്താ? തളിർ കയ്യുകൾ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ പറയാ? തളിർ പ്ലസ് കയ്യുകൾ. തളിർ കയ്യുകൾ എന്ന് പിരിച്ചെഴുതിയാല് തളിർ പ്ലസ് കയ്യുകൾ എന്താണ് വായിക്കുക. ഇനി അടുത്തതോ, എട്ടാമത്തെ ചോദ്യം: സാധാരണം എന്ന പദത്തിന്റെ എതിർപദം എന്താണ്? സാധാരണം എന്ന പദത്തിന്റെ എതിർപദം എന്താണ്? സാധാരണം എന്ന പദത്തിന്റെ എതിർപദമാണ് അസാധാരണം. ഓക്കെ. നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്ത ഭാഗം ഇത് ജസ്റ്റ് അധിക വായനയ്ക്കുള്ള കാര്യമാണ്. കുറച്ച് കടങ്കഥകളും അതിന്റെ ഉത്തരങ്ങളാണ്. ചത്തുകിടക്കുന്ന പാമ്പ് വടിയെടുത്താൽ ഓടും. എന്താണ് ഉത്തരം? തോണിയാണ്, തോണി. അടുത്ത ചോദ്യം ഏതാണ്? മൂളും വണ്ടി മുച്ചക്രവണ്ടി. അതിനുത്തരം എന്താണ്? അതിനുത്തരം ഓട്ടോറിക്ഷയാണ്, ഓട്ടോറിക്ഷ. അടുത്ത ചോദ്യമോ? മണിയടിച്ചാൽ മലമ്പാമ്പോടും. ഉത്തരം എന്താ? തീവണ്ടി. മലമ്പാമ്പിനെ പോലെ നല്ല വലുപ്പമുള്ള ഒന്നല്ലേ? അപ്പോ മണിയടിച്ചാൽ മലമ്പാമ്പോടും എന്ന് പറയുന്നത് എന്തിനെയാണ്? തീവണ്ടിയെയാണ്. അടുത്തതോ? ചീറും വണ്ടി ചിറകുള്ള വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയാലോ, എന്താവും? വിമാനമാകും, വിമാനം. അടുത്ത് നോക്കൂ. പുറത്തു കയറി ചെവിയിൽ പിടിച്ചപ്പോൾ ഓടടാ ഓട്ടം. ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ബൈക്കാണ്. ഞാൻ പോകുന്നത് മുന്നറിയിപ്പ് എന്ന് പറയുന്ന അക്കിത്തത്തിന്റെ ഒരു കവിതയെ കുറിച്ചിട്ടാണ്. സോ വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കുറച്ച് ചോദ്യങ്ങൾ ഇതിന്ന് വരാൻ സാധ്യതയുള്ളൂ. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: മുന്നറിയിപ്പ് എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏതിന്നാണ്? അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ എന്ന് പറയുന്ന, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അക്കിത്ത എഴുതിയ അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് മുന്നറിയിപ്പ് എന്ന കവിത എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ? മലയാളത്തിൽ അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയാണ് ആര്? അക്കിത്തം. മലയാളത്തില് അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച ആളാണ് ആര്? അക്കിത്തം എന്ന് പറയുന്നത്. അക്കിത്തം എന്ന തൂലികാനാമത്തില് അറിയപ്പെടുന്ന ആരാണ്? അറിയപ്പെടുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. മുഴുവൻ പേരെന്താ അക്കിത്തത്തിന്റെ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി അടുത്തതോ? നാലാമത്തെ ചോദ്യം: കാണണമെന്ന് വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. ഈ വരികൾ ഏത് കവിതയിലാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കവിതയിലാണ്? മുന്നറിയിപ്പ് എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് കാണണമെന്ന് വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? സമുദ്രം, ആഴി, സാഗരം, പാരിടം. ഇതിലേതാണ്? പാരിടം എന്ന് പറയുന്നത് കൂട്ടത്തിൽ ചേരില്ല. ബാക്കിയെല്ലാം എന്തിനാ പറയുന്ന? കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തെ പറയുന്ന പേരാണ് സമുദ്രം, ആഴി, സാഗരം എന്നിവയൊക്കെ.
ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആറാമത്തെ ചോദ്യം എന്താ? കവിതയിൽ വാരിക്കുഴിക്കു പകരം എന്താണ് കണ്ടത്? എന്താ കണ്ടത്? വാരിക്കുഴിക്ക് പകരം കണ്ടത് എന്താ? ഒരു കൂറ്റൻ കിണറാണ്. കൂറ്റൻ കിണറാണ്. ഓക്കെ, ഈ അക്കിത്തത്തിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. അക്കിത്തത്തിന്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അതുപോലെ അക്കിത്തത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, ഇതൊക്കെയാണ് അക്കിത്തത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള സമാന പദങ്ങൾ ഏതൊക്കെ നോക്കാം. കാടിന്റെ സമാന പദമാണ് കാനനം, അതുപോലെ കാന്താരം, വനം തുടങ്ങിയവയ്ക്ക്. മരത്തിന്റെ സമാന പദമാണ് തരു, ശാഖി തുടങ്ങിയവ. കിണറിന്റെ സമാന പദമാണ് ഏത്? കൂപം, ഉദപാനം തുടങ്ങിയവയ്ക്ക്. ഇനി കടലിന്റെ സമാനമായുള്ള പദമാണ് ഏത്? സമുദ്രം, സാഗരം, ആഴി എന്നിവ പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച ആളാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറഞ്ഞു. ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ നോക്കിയാലോ. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച ഒരു മലയാളിക്കാ, ആർക്കായിരുന്നു? ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ആൾ പിന്നെ ലഭിച്ചതോ? പിന്നെ എസ്.കെ. പൊറ്റക്കാടാണ് 1980. മൂന്നാമത് ലഭിച്ച മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. ഏത് വർഷം? 1984. നാലാമതായിട്ട് എം.ടി. വാസുദേവൻ നായർക്ക് ലഭിച്ചു. ഏത് വർഷം? 1995. ഈ വർഷവും പേര് ഓർത്തു വെക്കുക, കാരണം എം.ടി. അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത അഞ്ചാമതായിട്ട് ലഭിച്ച ആർക്കാ? ONV കുറിപ്പ്. അടുത്തതോ? ആറാമതായിട്ട് ലഭിച്ചതാണ് നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷം? 2019. നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോയാലോ. അടുത്ത പാഠമാണ് സൈക്കിളു ചവിട്ടാൻ. സൈക്കിളു ചവിട്ടാൻ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ആ കവിത എഴുതിയ വ്യക്തിയാണ് ആര്? പി രാമചന്ദ്രൻ. പി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയത്. സൈക്കിളു ചവിട്ടാൻ എന്ന് പറയുന്ന കവിത എഴുതിയുള്ളത്. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടുന്നത് എന്താണ്? സൈക്കിളാണ്. നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് പരിചയിച്ച ഒരു പഴഞ്ചൊല്ലാണല്ലേ, വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടും. എന്താണ്? സൈക്കിളാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അമ്പിളിത്തോണി പിരിച്ചെഴുതിയാൽ, അമ്പിളിത്തോണി എന്ന് പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? അമ്പിളി പ്ലസ് തോണി. ഓക്കെ, നാലാമത്തെ ചോദ്യമോ. നിന്നെ കാണാൻ എന്തു രസമാണ്. ഒടുവിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്താണ്? ഇതിൽ നാലാമത്തെ ചോദ്യത്തിന്റെ അവസാനം ഒരു ചിഹ്നം കണ്ടില്ലേ? നിന്നെ കാണാൻ എന്തു രസമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചിഹ്നം കണ്ടില്ലേ? ആ ചിഹ്നത്തിന്റെ പേരാണ് വിക്ഷേപിണി. വിക്ഷേപിണി. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ് ഭൂമിയെ സംബന്ധിച്ചത് ഒറ്റ പദമാക്കിയാൽ എന്താ പറയാന്നാണ്. ഭൂമിയെ സംബന്ധിച്ചതിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് ഭൗമം. ഭൗമം. ഓക്കെ, ആറാമത്തെ ചോദ്യമോ. അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ എന്തു രസമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദത്തിന്റെ സമാനമായുള്ള പദം. സ്വപ്നം എന്നതിന്റെ സമാന പദം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? നീരദമല്ല, അമ്പരമല്ല, കിനാവ് ആണോ? കിനാവാണ് ശരിയായുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, കിനാവ് ആണ് നമ്മൾ പറയാറില്ലേ, കിനാവ് കണ്ടു എന്ന് പറയാറില്ലേ. സോ സ്വപ്നം എന്നുള്ളതിന്റെ സമാനമായിട്ടുള്ള പദമാണ് ഏത്? കിനാവ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കിയാലോ. എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകുന്നത്? ചന്ദ്രനിലേക്ക് കുട്ടി പോകുന്നത് കവിതയിൽ പറയുന്നുണ്ട്. ചന്ദ്രനിലേക്ക് കുട്ടി പോകുന്നത് എന്തിനാണ്? നിലാവ് കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നിലാവ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് കുട്ടി ചന്ദ്രനിലോട്ട് പോകുന്നത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. താളത്തിൽ പ്ലസ് ഓടി ചേർത്തെഴുതിയാൽ എന്താ വായിക്കുക? താളത്തിലോടി. താളത്തിലോടി എന്നാണ് വായിക്കുക. താളത്തിലോടി എന്നാണ് വായിക്കുക. അടുത്ത ചോദ്യമോ. അടുത്ത ചോദ്യം നോക്കൂ. വെണ്ണിലാവ് പോലുന്ന തിങ്കൾ പോലെ. ഇവിടെ തിങ്കൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ചന്ദ്രനെയാണ്. നമ്മൾ ചന്ദ്രനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? തിങ്കൾ. തിങ്കൾ എന്ന് പറയുന്നത് കേട്ടോ. പത്താമത്തെ ചോദ്യമോ. മലയാളത്തിൽ എത്ര ചില്ലക്ഷരങ്ങളുണ്ട്? 5 ചില്ലക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത്. ഇങ്ങനെ 5 ചില്ലക്ഷരങ്ങൾ ഇതിലുണ്ട്, നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ട് കേട്ടോ. ഈ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 11ാമത്തെ ചോദ്യമാണ് ആൺകുട്ടി എന്ന വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? സിമ്പിൾ ആണ്. ആൺകുട്ടി എന്ന വാക്കിൽ എത്ര അക്ഷരമാണ്? 3 അക്ഷരമാണുള്ളത് അല്ലെ. ആ, പിന്നെ കാ ഉണ്ട്, ഓക്കെ, ട, ഒരു കായുണ്ട്, ഉണ്ട്. ഓക്കെ, 3 അക്ഷരങ്ങളാണ് ഇതിലുള്ള ആൺകുട്ടി എന്ന വാക്കില് ഉള്ളത്. ഓക്കെ, വേറൊന്ന് ചില്ലക്ഷരമായിട്ടാണ് വരുന്നത്. ഇനി സമാന പദങ്ങൾ നോക്കിയാൽ നമുക്ക് ഭൂമിയുടെ സമാന പദമാണ് ധര, ധരിത്രി, ധരണി തുടങ്ങിയവ. മേഘത്തിന് സമാന പദമാണ്
വാരിതം, ജലതം, അമ്പുതം എന്ന് പറയുന്നത്. ആകാശത്തിന്റെ സമാന പദമാണ് വാനം, ഗഗനം, വ്യോമം തുടങ്ങിയവ. ചന്ദ്രന്റെ സമാന പദമാണ് സോമൻ, തിങ്കൾ, ഇന്ദു തുടങ്ങിയവ. നിലാവിന്റെ സമാന പദമാണ് എന്ത്? ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന തുടങ്ങിയവ. യാത്രയുടെ സമാന പദമാണ് ഏത്? ഗമനം, പ്രയാണം തുടങ്ങിയവ. സോ ഇത് ബൈഹാർട്ടാക്കി തന്നെ വെക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് പിരിച്ചെഴുതുകയാണെന്ന് നോക്കിയാലോ, നാവുണ്ട് എന്ന് പിരിച്ചെഴുതിയാൽ എങ്ങനെ വായിക്കുക? നാവ് പ്ലസ് ഉണ്ട്. താളത്തിൽ ഓടി എന്ന് പിരിച്ചെഴുതിയാലോ, താളത്തിൽ പ്ലസ് ഓടി. കാലുണ്ടെന്ന് പിരിച്ചെഴുതിയാലോ, കാല് പ്ലസ് ഉണ്ട്. തെങ്ങുമ്മ കേറി, തെങ്ങിൻ പ്ലസ് മേൽ പ്ലസ് കേറി, 3 വാക്കായിട്ട് മാറുന്നത്. ചിറകുണ്ടെന്ന് പിരിച്ചെഴുതിയാല് ചിറക് പ്ലസ് ഉണ്ട്. ഭൂമി പോണം എന്ന് പിരിച്ചെഴുതിയാലോ, ഭൂമിയിൽ പ്ലസ് പോണം. നീളത്തിലോടി, നീളത്തിലോടി എന്ന് പിരിച്ചെഴുതിയാല് നീളത്തില് പ്ലസ് ഓടി. കൂടെ പോണം എന്ന് പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? അല്ലെ, കടയിൽ പോണം എന്ന് പിരിച്ചെഴുതിയാൽ എന്താ? സോറി, കടയിൽ പോണം എന്ന് പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? കടയിൽ പ്ലസ് പോണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. ഹലോ ഉറക്കെ പാടൂ എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, അതിന്റെ നീരസം അവന്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം. നീരസം എന്നുള്ള വാക്കാണ് ഇവിടെ അടിവരയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ദേഷ്യം, പിണക്കം എന്നാണ് ഈ നീരസം എന്ന വാക്കിന്റെ അർത്ഥം. പട്ടൂസിനെ ഉണ്ടാക്കിയത് ആരാണ്? ആബിദീനാണ് പട്ടൂസിനെ ഉണ്ടാക്കിയുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാലോ, താഴെ കൊടുത്തവയിൽ രാത്രി എന്ന അർത്ഥം വരാത്ത പദം. രാത്രി എന്ന അർത്ഥം വരാത്ത പദമാണ് ഇത്? ചന്ദ്രിക. ചന്ദ്രിക എന്ന് പറയുന്നത് രാത്രി അല്ല. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ് പരിഭ്രമം കലർന്ന സ്വരം. പരിഭ്രമം എന്നതിന്റെ അർത്ഥം എന്താണ് ചോദിക്കുന്നത്? പരിഭ്രമം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? പേടി, ഭയം എന്നാണ് പരിഭ്രമം എന്നതിന്റെ അർത്ഥം. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം എന്താ? രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് അവൻ തിരികെ പറന്നു. ആരാണ് തിരികെ പറന്നത്? തിരികെ പറന്നത് മേടക്കാറ്റാണ് തിരികെ പറന്നത്. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ, കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏതാണ്? ചിത്തം, മനം, ചേതസ്. ഈ ചിത്തം, മനം, ചേതസ് എന്നതിന് കൂടെ ചേർക്കാൻ പറ്റുന്ന വാക്കാണ് ഏത്? മാനസം എന്ന് പറയുന്നത്. നമുക്കിനി ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഏഴാമത്തെ ചോദ്യം എന്താ? അർത്ഥവ്യത്യാസം വരാതെ വാക്യഘടനയിൽ മാറ്റം വരുത്തി എഴുതുക. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? അതാണ് വാക്യം. ഇതിന് അർത്ഥം മാറ്റം വരാൻ പാടില്ല, എന്നാലോ ഈ വാക്കിൽ മാറ്റം വരുത്തും വേണം. നമുക്ക് അതിന് പകരം ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ? മാനത്തിന് അതിരും വരമ്പും ഇല്ല എന്ന് പറയാൻ പറ്റും. സോ അതിന്റെ അർത്ഥം ഒന്നായി, അർത്ഥത്തിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. സോ ആ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. എട്ടാമത്തെ ചോദ്യമോ, താഴെ കൊടുത്തവയിൽ കാറ്റിന്റെ പര്യായമല്ലാത്തതാണ് ഏത്? ഗഗനം എന്ന് പറയുന്നത് കാറ്റിന്റെ പര്യായം അല്ല. ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ, ആ വാർത്ത കേട്ടപ്പോൾ അയാളുടെ സങ്കടം അണ പൊട്ടിയൊഴുകി. അടിവരയിട്ട പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏത്? അണ പൊട്ടിയൊഴുകി എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് വർദ്ധിച്ചു. ഓക്കെ, സങ്കടം വർദ്ധിച്ചു എന്ന് പറയില്ലേ? സോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി പത്താമത്തെ ചോദ്യമോ, ശരിയായ പദം സാവധാനം. സാവധാനം എന്ന വാക്യം എങ്ങനെ ശരിയായിട്ട് എഴുതാന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സാവധാനം, ഞാൻ തിരിച്ചിട്ടതായാണ് അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠമാണ് അരികെ അകലെ എന്ന് പറയുന്ന പാഠഭാഗം. അതിൽ കാത്തിരിപ്പ് എന്ന് പറയുന്ന ചെറുശ്ശേരിയുടെ ഒരു ചെറു കവിതയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവി ഏതാണെന്ന് ചോദിക്കുന്നത്. പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവിയാണ് ആര്? വള്ളത്തോൾ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടില്ല. കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ്? കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതിയിലേതാണ്. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരാണ് എന്ത്? കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരാണ് എന്ത്? കൃഷ്ണപ്പാട്ട് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യമോ, കൂട്ടത്തിൽ ചേരാത്തത് കാനനം, ആനനം, വനം, കാന്താരം. ഇതിൽ ഏതാണ്? ആനനം എന്ന് പറയുന്ന കൂട്ടത്തിൽ ചേരാത്ത പദമാണ്. ബാക്കിയെല്ലാം കാടിനെ പറയുന്ന മറ്റൊരു പേരാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ, ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ചെറുശ്ശേരിയെയാണ് ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാഥ എന്ന പദത്തിന്റെ അർത്ഥമാണ് പാട്ട്. ഗാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് എന്നാണ് അർത്ഥം. ഉന്തുന്തുന്തുന്തു ദുന്തുന്തു 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 ദാളയുന്ത് എന്ന താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ
ചെറുശ്ശേരി രചിച്ച കൃതിയാണ് ഏത്? കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ കൊടുത്തവയിൽ കൃഷ്ണഗാഥയുടെ താളത്തിലുള്ള വായ്ത്താരി കണ്ടെത്തുക. ഇതിൽ ഒരുപാട് വായ്ത്താരികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ്? ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം കിട്ടും. ആ ഈണം വരുന്ന വായ്ത്താരി ഏതാണെന്ന് കിട്ടും. താനിന്നോ 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 തന്നാനോ താനാനാനോ. ഇതാണ് ഈ വരുന്ന ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യമാണ്, പായ്മരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? പായ് പ്ലസ് മരം എന്നാണ് വായിക്കുക. പായ്മരം എന്ന് പിരിച്ചെഴുതിയാൽ പായ് പ്ലസ് മരം എന്നാണ് വായിക്കുക. പത്താമത്തെ ചോദ്യമോ, കുത്തി കുതർന്നു ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? കുത്തി കുതർന്നു എന്നാണ് വായിക്കുക. 11ാമത്തെ ചോദ്യമോ, പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ഈ വരികൾ ദുഃഖത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? അല്ലൽ. ദുഃഖം എന്നുള്ളതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പദമാണ് ഇത് അല്ലൽ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യത്തിലോട്ട് പോയാൽ 12ാമത്തെ ചോദ്യമാണ്, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ആന പ്ലസ് വാൽ, ആനവാലുണ്ട്. പിന്നെ എന്നുള്ളത് പിന്നെ എന്നുണ്ട്. തലമുടി എന്നുള്ള തല പ്ലസ് മുടി എന്നുള്ളത് തലമുടി കറക്റ്റ് ആണ്. കളി പ്ലസ് മുറ്റം, കളിമുറ്റം ശരിയാണ്. ഇതിൽ കൂട്ടത്തിൽ ചേരാത്ത ഏതാണ്? പിന്നെ പ്ലസ് പിന്നെ, അതാണ് തെറ്റായിട്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാതെ വരുന്നത്. ഓക്കെ. ഇനി 13ാമത്തെ ചോദ്യമാണ്, ഏത് ഭാഷയിൽ നിന്നാണ് കാലി എന്ന മലയാള വാക്ക് ഉണ്ടായുള്ളത്? നമ്മളിപ്പോ കാലി എന്ന് പറയാറില്ലേ, ഈ കാലി എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അറബി ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി താഴെ കൊടുത്തിരുന്ന സൂചനകൾ കണ്ടെത്തിങ്ങാണ്ട് അത് മനസ്സിലാക്കിയാണ്ട് അതിന്റെ കവി ആരാണെന്നാ ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവ്, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാള്, ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു. ആരാണ്? ചെറുശ്ശേരിയെയാണ് നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ കവിത്രയങ്ങൾ നോക്കൂ. പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയോ? ഉള്ളൂര്, വള്ളത്തോൾ, കുമാരനാശാൻ. ഓക്കെ, നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠമാണ് നീലഗിരിയുടെ റാണി. നീലഗിരി ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട് സംസ്ഥാനത്തിലാണ് നമ്മുടെ നീലഗിരി ഉൾപ്പെടുന്നത്. മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? SK പൊറ്റക്കാടാണ്. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവില് അദ്ദേഹത്തിന് ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഒറ്റപ്പദമാക്കുക. പിതാവിനെ സംബന്ധിച്ച് എന്നുള്ള വാക്ക് ഒറ്റപ്പദമാക്കിയാൽ എന്താ വായിക്കുക? പൈതൃകം എന്നാണ് വായിക്കുക. അടുത്തത് തീവണ്ടി പ്ലസ് പാത ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? തീവണ്ടിപ്പാത എന്നാണ് വായിക്കുക. ഇനി അടുത്ത് നോക്കിയാലോ, അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിന്റെ ചെവിയിൽ പറഞ്ഞു. അടിവരയിട്ട പദത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥം? കളിയാക്കൽ എന്നാണ് അർത്ഥം. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് ഏത്? നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്. ഈ നീലഗിരിയുടെ റാണി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നീലഗിരിയുടെ റാണി എന്ന് പറയുന്നത് ഊട്ടിയാണ്. നിങ്ങൾ എല്ലാവരും മിക്കവാറും പോയിട്ടുണ്ടാവും. ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? അകമ്പടി എന്ന് പറയുന്നതാണ് ഇതിൽ ശരിയായിട്ടുള്ള വാക്ക്. 9ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഏതാണ്? അരുവി, കമ്പിളി, ജനാല, സമയം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 10ാമത്തെ ചോദ്യമോ, താഴെ കൊടുത്തിരിക്കുന്നതിൽ മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദമാണ് ഏത്? ജലദം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് 11ാമത്തെ, നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? ഇത് യാത്രാ വിവരണം ആണ്. ഇനി അടുത്ത 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സന്തോഷം എന്ന വാക്കിന്റെ പകരം പദം? എന്താണ്? പ്രീതി എന്ന് പറയുന്നതാണ് സന്തോഷത്തിന്റെ പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ യാത്രാ വിവരണം ഏതാണ് യാത്രാവിവരണമാണ് നീലഗിരിയുടെ റാണി. ഇനി 14ാമത്തെ ചോദ്യം, പുണ്യനദികളിൽ ഒന്നായ കാളിന്തിയുടെ മറ്റൊരു പേരാണ് യമുന. കാളിന്തിയുടെ മറ്റൊരു പേരാണ് യമുന എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യമാണ്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ തീവണ്ടിപ്പാതയാണ് മേട്ടുപ്പാളയം ഊട്ടി തീവണ്ടിപ്പാത. ഇനി അടുത്ത ചോദ്യമാണ് മക്കളെ 16ാമത്തെ ചോദ്യമാണ്, ഇക്കാലം പിരിച്ചെഴുതിയാൽ എങ്ങനെ വായിക്കുക? ഈ പ്ലസ് കാലം. ഇക്കാലം എന്ന് പിരിച്ചെഴുതിയാൽ ഈ പ്ലസ് കാലം എന്നാണ് വായിക്കുക. ഇനി അടുത്ത 17ാമത്താണ്, ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുനൂരിലാണ്. ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 18ാമത്തെ ചോദ്യമാണ്, വീതി കുറഞ്ഞ റെയിൽ പാളങ്ങൾക്ക് പറയുന്ന പേരാണ് നാരോ ഗേജ്.
നാരോ ഗേജ് എന്നാണ് വീതി കുറഞ്ഞ റെയിൽപാതകൾ അറിയപ്പെടുന്ന പേര്. 19ാമത്തെ ചോദ്യമാണ്, ആരാണ് മൗണ്ടൻ റെയിൽവേ നിർമ്മിച്ചത്? മൗണ്ടൻ റെയിൽവേ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ, ബ്രിട്ടീഷുകാരാണ്. എവിടെ നിന്നാണ് പൈതൃക വണ്ടി പുറപ്പെടുന്നത്? മേട്ടുപ്പാളയത്തിൽ നിന്നാണ് പൈതൃക വണ്ടി പുറപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം നോക്കിയാലോ, മലമുകളിലെ പുകമഞ്ഞിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ടിക്കറ്റ് പരിശോധകനെ പോലെയാണെന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. 22ാമത്തെ ചോദ്യമാണ്, പൈതൃക വണ്ടി യാത്രയിലെ ഏറ്റവും രസമുള്ള സ്റ്റേഷനാണ് ഏത്? റണ്ണിമീഡ് സ്റ്റേഷൻ. റണ്ണിമീഡ് സ്റ്റേഷനാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ട് നോക്കുന്നു, കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു കവിത കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. സാറ് കവിത പറയുന്നില്ല, ജസ്റ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. മനോഹരം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണേത്? ഭംഗി എന്ന് പറയുന്നത്. എന്നും കാലത്തമ്മേ അമ്മയ്ക്കെന്തൊരു മേളം, അച്ഛന് കാപ്പിയൊരുക്കാൻ കൊച്ചനിയെത്തിയെ നോക്കാൻ, ചോറും കറിയും വയ്ക്കാൻ 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്നെ ഒരുക്കി അയക്കാൻ, എന്തൊരിടുക്കം ബഹളം, എന്തൊരടുക്കളമേളം, ഒന്ന് കുളിക്കാൻ പോലും അമ്മയ്ക്കില്ലാ നേരം, എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നോട് നെറ്റിയിൽ ഒരുമ്മ എന്തൊരു ഭംഗി. അപ്പൊ മനോഹരം എന്ന അർത്ഥത്തിൽ എന്താ കവി പറഞ്ഞിരിക്കുന്നത്? ഭംഗി എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അമ്മ എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത വാക്കാണ് ഏത്? ജനകൻ. ഓക്കെ, മാതാവ് എന്ന് പറയുന്നതും ജനനി എന്ന് പറയുന്നതും തായ എന്ന് പറയുന്നതും അമ്മയെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്നാൽ ജനകൻ എന്ന് പറയുന്ന അമ്മയെ സൂചിപ്പിക്കുന്ന പദം അല്ല. പിന്നെ നമ്മൾ കത്തിന്റെ കാര്യമാണ്. കത്തിന്റെ കാര്യം നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്, മുന്നത്തെ ഒരു പാഠഭാഗത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ട്രക്ചർ ഇവിടെ സാർ ഒന്നും കൂടിയും പറയാം. ഒരു കത്ത് എഴുതുമ്പോൾ എന്താണ് വേണ്ടത്? ആദ്യം ഒരു അഭിസംബോധന വേണം. ഇവിടെ നോക്കൂ, പ്രിയപ്പെട്ട അമ്പിളി മാമന്. പിന്നെ ആരാണോ എഴുതുന്നത്, ഇവിടെ ആരാ കൊടുത്തിരിക്കുന്നത്? ആബിദ മൻസിൻ. പിന്നെ ഡേറ്റ് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, പിന്നെ എന്താണോ കണ്ടന്റ്, ആ കണ്ടന്റ് ആണ് പിന്നെ വേണ്ടത്. അവസാനത്തിൽ എന്ത് വേണം? സ്നേഹത്തോടെ അല്ലെങ്കിൽ വിശ്വാസ്യതയോടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരെന്താണോ ആ പേരും ഉൾപ്പെടുത്തിയാൽ ഈ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോ താങ്ക് യു. ബൈക്കാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പാഠഭാഗമാണ്. അടുത്ത പാഠഭാഗമായുള്ള മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് എന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങളാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നോക്കിയാലോ.